മുറിച്ച് തരുമോ? മുറിച്ച് അത് വേണ്ട, അത് സെക്കൻഡ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി. എനിക്കിത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. വേണ്ട, അതൊക്കെ വാടകയ്ക്കൊരു. അങ്ങനെ ഗുണ്ടിൽപേട്ടയിൽ പൂക്കളെല്ലാം കണ്ടു. ഇവിടെ ഒരു ഷോപ്പ് കയറിയിട്ട് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഒരുപാട് റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അറിയാമല്ലോ, എൻ്റെ ഫോൺ ഐഫോണാണ്, ചാർജ് ഇതിൽ പോയി എന്നുള്ളത് അറിയില്ല. അങ്ങനെ ചായ കുടിക്കാൻ കയറിയ സമയത്ത് കുറച്ച് ചാർജിലിട്ടു. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ വീഡിയോസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം പൊറാട്ടയും മുട്ടക്കറിയുമാണ് കഴിച്ചത്. നല്ല പൊറാട്ട കേട്ടോ. മലയാളീസിൻ്റെ ഹോട്ടൽ തന്നെ. ഞാൻ വിചാരിച്ചു പേര് മലയാളിൻ്റെതും അല്ലാതെ ബംഗാളി എന്ന് പറഞ്ഞതിൻ്റെതിരിയാണെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല. അപ്പോൾ ജസ്റ്റ് ഇതേവിടെ വണ്ടി കയറി ഇരുന്നിട്ടുള്ളൂ. ഇനിയിപ്പം അരുണുണ്ട്, വരുന്നു, പിള്ളേരൊക്കെ വന്നു. അങ്ങനെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം. ഇതാണ് വൺ ഡേ ടൂർ. നമുക്കൊരു 130, 140 അല്ലെ 150 കിലോമീറ്ററിൻ്റെ ഉള്ളിലാട്ടോ ഗുണ്ടിൽപേട്ടിലേക്കുള്ളത്. കുറ്റ്യാടി ചുരം വഴിയാണ് വന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ പുലർച്ചെയായിരുന്നു വന്നത്. ഞാൻ പിന്നെ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും വിഷ്വലുണ്ട് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ ഇത് വെച്ചിട്ട് മുത്തങ്ങയിലേക്ക് 28 കിലോമീറ്റർ. മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് വരുന്നത് ഇവിടുന്ന് 28 കിലോമീറ്ററാണ്. അപ്പം അതേ അരുണും വരുന്നുണ്ട്. അപ്പം എല്ലാം എന്നോട് ബാത്റൂം ഇവിടെ പുറത്താന്നപ്പുറം. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാം ഞങ്ങൾ പോകാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. അണ്ണാ മസാല ഇട്ടോ. വിവോ 500 കുറച്ച് സ്കെയിൽ വേണം. അത് ഇതാക്കണം കേട്ടോ. സെന്റർ വെക്കണം. കൂടുതലാണ് ഈ നാടൻ മസാല നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനം. അത് നല്ല സ്ട്രോങ് ഉണ്ട്. മതി. താങ്ക് യു. ഉപ്പുണ്ടായില്ലോ. വന്നിട്ടില്ല. ഇത് വന്നിട്ടില്ലടാ. പച്ചയാണ്. അല്ല കടിക്കുന്നു. ഇവിടേക്കൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല. എന്താ ഇവിടെയൊക്കെ വന്നേ കണ്ടില്ലേ? ഇത് വന്നിട്ടില്ല. പകുതി മാത്ര. അയ്യേ ചെടക്കാൻ എന്തെങ്കിലും ഒരു സാധനല്ലേ നല്ല ഡ്രസ്സാ. തീരുമാനിക്കില്ലേ? ഏതായാലും പോവുക. എന്നാലും തീരുമാനില്ല.
ഇത് വെന്തില്ല വെന്തില്ല പച്ച പച്ചതാണ് കുറച്ച് വേവുണ്ടായിരുന്നു മൊത്തം ഇപ്പൊ ഇട്ടിട്ടുണ്ട് കുറച്ച് വേണം ആഗ്രഹിച്ച് മോഹിച്ച് ಬಿಸಿಯಲ್ಲ ಇವಳಿಗೊಂದು ಮಸಾಲ ಹಾಕ್ಕೊಟ್ಟಿದ್ದಿ ಬೆಂದಿಲ್ಲ ಅನ್ಕೊಂಡು ಹಿಂದಕ್ಕೆ ಬಂದಾಳ ಅಯ್ಯ ಅದು ಪ್ರೆಸ್ ನೀರು ಸಾಕ್ಬಿಟ್ಟು ಯಾವ್ದೋ ಬರ್ತೀನಿ ನೀರಿಗೆ ಕರೆಂಟ್ ಅದ ನೀರು ಹೊಡಲ್ಲ ನೀರು ಹೊಡ್ತಾ ಎಷ್ಟು ಬರ್ತೀವಲ್ಲ പിന്നെ ഇതും ഇരുപത് കുറച്ചുകൂടി പേരോ നിങ്ങൾ കാട്ടിക്കില്ല വല ದಪ್ಪ ಹಾಕ್ಬೇಕು ಒಲೆ മാങ്ങ മേടിച്ചതെങ്കിൽ കോലൊക്കെ അടുത്ത് ഗൈസ് ഹൈജീനിക്കിന്റെ കാര്യത്തില് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കൈ ഉടുത്ത തുണി തുടയ്ക്കുന്നു, എവിടെയോ അടുത്തുള്ള കോല് എടുത്തിടുന്നു. പക്ഷെ ഇതും വേവ് കുറവാണ്. പച്ച ചോള വന്നില്ല. ഏതായാലും കുരങ്ങനെ കാണുമ്പോൾ കൊടുക്കാം, അല്ലാണ്ട് തിന്നാൻ പറ്റൂല. തീരും വന്നിട്ടില്ല. വെറുതെ പൈസ പോയി അറിയാണ്ട് എന്തറിയാനാ. അങ്ങനെ ഫോറസ്റ്റ് മുഴുവനും കാടാണ്. മുത്തങ്ങയിൽ കൂടിയാണ് പോകുന്നത്. മുത്തങ്ങ ഏകദേശം ഇടാനായിട്ടുണ്ട്. പക്ഷെ ഒരു കാട്ടുവാസികളെയും കണ്ടില്ല. ആനയും കുതിരയും ഒന്നും കണ്ടില്ല. നമുക്ക് മാറി കൊടുത്തേക്കാം. അയാള് തന്നെ മാറി. അപ്പൊ അങ്ങനെയാണ്. വല്ലാത്തൊരു ബ്ലൂ കളറ് മറ്റേ ഇതും. എല്ലാരും എന്താ നമ്മുടെ നെഞ്ചത്തേക്ക് ഇതുവടേ. അപ്പൊ മുത്തങ്ങ ഏകദേശം കഴിയാനായി. മുത്തങ്ങ കഴിയാറായി. ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ നമ്മള് പലതിനെയും കണ്ടെന്ന് വെച്ച് കൊരങ്ങളിയാനതാ. എന്റെ പോപ്കോൺ അല്ലേ? പല്ലിന്റെ ഗുളിയുണ്ട്, ചെറിയ കുഞ്ഞുവാ. ഇവരുടെ അടുത്ത് ഫോണ് കാണിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഫോണ് കൊണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഗ്ലാസ് വരുന്നുണ്ട്.
ഒന്നുമില്ല കൊടുക്കാൻ കാണിക്കില്ലേ നമുക്ക് ഉള്ളിൽ കയറി വിടും. ഒന്നുമില്ല. പോടാ കൊരങ്ങന്റെ മോനെ. അല്ല അവിടെ കുത്തിരിക്കുന്നതാ. ഞാൻ പറഞ്ഞില്ലേ ഫോണ് തട്ടിപ്പറിക്കൂ. എന്റെ കർത്താവേ. ഗൈസ് മയില് ഗൈസ്. ഗൈസ് തെളിച്ച് കൊടു ഗൈസ്. ആൺമയില അല്ലേ പെൺമയിലോ? പെണ്ണായാലും ആണായാലും മയിലാണ്. എടാ മയിലേ ഒരു പീലി തരുമോ? എടാ മയിലേ മയി മയിലേ ഓക്കേ ബൈ ബൈ ബൈ.